10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള കേന്ദ്ര സർക്കാർ സ്ഥിര നിയമന അവസരം കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നവോദയ വിദ്യാലയങ്ങളുമായി 15,000 ഒഴിവുകളിലേക്ക് CBSE ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും CBSE വെബ്സൈറ്റായ https:/www.cbse.gov.in, അതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ വെബ്സൈറ്റായ https:/kvsangadan.nic.in, നവോദയ വിദ്യാലയങ്ങളുടെ വെബ്സൈറ്റായ https:/navodaya.gov.in, ഈ 3 സൈറ്റ് ലഭ്യമാണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഈ സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ. ഈ 3 സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കാൻ പറ്റും. 2025 ഡിസംബർ 4 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേക്കൻസികൾ എണ്ണം പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ KVA കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 8 വേക്കൻസി, നവോദയ 9, പ്രിൻസിപ്പൽ KV 134, നവോദയ 93, വൈസ് പ്രിൻസിപ്പൽ KVയിലാണ് 58 വേക്കൻസികൾ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 1525 വേക്കൻസി കേന്ദ്രീയ വിദ്യാലയങ്ങളിലും 1513 വേക്കൻസികൾ നവോദയ വിദ്യാലയങ്ങളിലുണ്ട്. മോഡേൺ ലാംഗ്വേജ് ടീച്ചേഴ്സിന് PGT 18 വേക്കൻസികൾ നവോദയ വിദ്യാലയങ്ങളിലുണ്ട്. അതേപോലെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 2794 ഒഴിവുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും 2970 ഒഴിവുകൾ നവോദയ വിദ്യാലയങ്ങളിലുണ്ട്. ലൈബ്രറിമാരുടെ 147 ഒഴിവുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 443 ഒഴിവുകൾ നവോദയ വിദ്യാലയങ്ങളിലുണ്ട്. പ്രൈമറി ടീച്ചേഴ്സ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലാണ് 3365 വേക്കൻസികളുണ്ട്. ഇതെല്ലാം ടീച്ചിങ് വേക്കൻസികളാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ 1155 ഒഴിവുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും 788 ഒഴിവുകൾ നവോദയ വിദ്യാലയങ്ങളിലുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 12ാം ക്ലാസ് അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് പോസ്റ്റാണ്. അതിലേക്ക് 714 പോസ്റ്റുകൾ KVയിലും നവോദയയിൽ 552 ഒഴിവുകളുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ലാബ് അറ്റൻഡർമാരുടെ 165 ഒഴിവുകൾ നവോദയ വിദ്യാലയങ്ങളുണ്ട്. 10ാം ക്ലാസ്സും ലാബ് ടെക്നോളജി ഡിപ്ലോമ അല്ലെന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ് സയൻസ് പാസ്സുകാർക്ക് അപേക്ഷിക്കാൻ കഴിയും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ 24 ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ് പാസ്സുകാർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് 2300 രൂപയും 500 രൂപ പ്രോസസിംഗ് ഫീസോടെ 2850 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ അവസാനം പറഞ്ഞ സ്റ്റെനോഗ്രാഫർ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അങ്ങനെയുള്ള ലാബ് അറ്റൻഡൻ്റ് MTS പോസ്റ്റിലേക്കൊക്കെ 1200 രൂപയും 500 രൂപ പ്രോസസിംഗ് ഫീയാണ് ഫീ. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും 1500 രൂപയും 500 രൂപ പ്രോസസിംഗ് ഫീസ്, 2000 രൂപയാണ് അപേക്ഷാ ഫീസ്. താല്പര്യമുള്ളവർക്ക് ഡിസംബർ 4 വരെ ഇതിലേക്ക് അപേക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റുകൾ 3 അപേക്ഷിക്കാനായിട്ട് പറ്റും. താങ്ക് യു.